നീ എന്ത് പൊട്ടത്തിനാ മോളെ കാണിച്ചത്? നീ എന്തിനാ ഇതൊക്കെ വിളിച്ചു പറയാൻ പോയത്? നീ അവളെ കൊല്ലാൻ നോക്കിയതിൽ ഒരു തെറ്റുമില്ല. നിന്നെ ജീവിപ്പിക്കാൻ സമ്മതിക്കാത്തവളെ പിന്നെ എന്ത് ചെയ്യാനാ? നിന്റെ അച്ഛനും അമ്മയും നിന്നെ തള്ളി പറഞ്ഞപ്പോഴേ അവള് കൃത്യമായിട്ട് അവസരം മുതലെടുത്തു. എന്തൊരു നിഷ്കളങ്കതയാ അവളുടേത്. ആരായാലും വീണു പോവില്ലേ? മോള് വിഷമിക്കാതെ എഴുന്നേറ്റിരിക്കെ. അച്ഛന്റെ അമ്മയുടെ ദേഷ്യമൊക്കെ മുത്തശ്ശി പറഞ്ഞു മാറ്റിക്കൊള്ളാം. എന്നിട്ടിനി അവളെ ഇല്ലാതാക്കാൻ നീ ഒന്നും ചെയ്യുകയും വേണ്ട. അവളെ എന്താ ചെയ്യണ്ടേന്ന് മുത്തശ്ശിക്ക് അറിയാം. മുത്തശ്ശി എന്റെ മുന്നിൽ നിന്ന് പോവോ? എനിക്ക് ഇത്തിരി മനസ്സമാധാനം താ. ഞാൻ ഇവിടെ ഒന്ന് കിടന്നോട്ടെ. ഇതെന്താടി നീ ഇങ്ങനെ സംസാരിക്കുന്നേ? ഇത്രയും കാലം എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന എന്നോടാണോ ഇത് പറയുന്നത്? അസലായി. അച്ഛനും അമ്മയോടും തോന്നിയ ദേഷ്യമൊക്കെ മുത്തശ്ശിയോട് തീർക്കുകയാണോ? എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്നും അല്ല ദേഷ്യം, മുത്തശ്ശിയോട് തന്നെയാ ദേഷ്യം. ഒന്ന് എന്റെ മുന്നിൽ നിന്ന് പോവോ? ദേ, എല്ലാം കൂടി കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് എന്തെങ്കിലും മനംമാറ്റം തോന്നുകയാണെങ്കിൽ അത് വേണ്ട മോളെ. നിന്റെ ജീവിതം ചുട്ടരിക്കാൻ അവൾക്ക് അനുമതി കൊടുക്കുന്നത് പോലെ ആയിരിക്കും അത്. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇവർ രണ്ടുപേരും പണം ആവശ്യപ്പെട്ട കാര്യം പ്രിയങ്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സഹായമാണെങ്കിൽ അത് ചെയ്തോളാൻ ഞാനും അവളോട് പറഞ്ഞു. കുഞ്ഞുനാളില് അവൾ എത്രയോ തെറ്റുകൾ ചെയ്തിരിക്കുന്നു. അവളെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അച്ഛനും അമ്മയും വരുമ്പോ അവള് പറയില്ലേ ചേച്ചിയെ ചെയ്തെന്ന്? പഠിക്കാനുള്ള പുസ്തകം കീറി വെച്ചിട്ട് എനിക്കെതിരെ വിരൽ ചൂണ്ടില്ലേ? അതുപോലെ ഒരു തവണ കൂടി അവൾക്ക് മാപ്പ് കൊടുത്തൂടെ? അച്ഛാ, പ്രിയങ്ക മിക്കവാറും ഇപ്പോൾ വരും. എന്താ അച്ഛൻ്റെ തീരുമാനം? പ്രിയങ്ക ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിഞ്ഞേ പറ്റൂ. കോടതി കുറ്റക്കാരി അല്ലാന്ന് പറഞ്ഞല്ലേ പ്രിയങ്കയെ വിട്ടത്. പിന്നെ നമ്മളെങ്ങനെ കുറ്റം ചാർത്തും? എൻ്റെ അച്ഛാ, രാധിക കോടതിയിൽ പോയില്ലായിരുന്നെങ്കിലോ ഇപ്പൊ പ്രിയങ്കയുടെ സ്ഥാനം എവിടെയായിരിക്കും? കൂടപ്പറപ്പുകൾ പോവില്ലേടാ. അതും അങ്ങനെ ഒരു കുടുംബത്തിൽ പിറന്ന രണ്ട് പെൺകുട്ടികൾ തമ്മിൽ അത്രയും സ്നേഹം ഉണ്ടാവുമ്പോ. അമ്മയെ സ്നേഹിച്ചോട്ടെ, സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ, എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ പ്രിയങ്ക ഇനി കണിമംഗലത്ത് വേണ്ട. അവള് വരികയാണെങ്കിൽ വരട്ടെ, നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. ഇക്കാര്യത്തിൽ ഞാൻ വരുണ്ടോ ഒപ്പാ മുത്തശ്ശി? ഒരു കൊലപാതകത്തിന് ശ്രമം നടത്തിയ ഒരു പെണ്ണിന്റെ കൂടെ എന്ത് ധൈര്യത്തിലും ജീവിക്കുക? കൂടെ ഉറങ്ങുന്ന പെണ്ണിന് വിശ്വസതയില്ലെങ്കിൽ എന്താ അനുഭവം എന്ന് നേരിട്ടറിഞ്ഞവനാ ഞാൻ. ദേ സൂര്യ, എന്നെ കൊള്ളിച്ചോണ്ട് ഓരോന്ന് പറയരുത്. പ്രിയങ്ക തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം പറ. മതി, നേരിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ ദേവനാരായണൻ തിരുമേനി വരും, അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് വിളിപ്പിക്കും. പറയാനുള്ളതൊക്കെ അപ്പ പറഞ്ഞാ മതി. പ്രിയങ്ക ചെയ്ത തെറ്റോ ശരിയോ അതും പറഞ്ഞ് തർക്കിച്ച് ഇവിടെ ഇനി ബാക്കിയുള്ളവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഞാൻ പലപ്പോഴും പ്രിയങ്ക ആയിട്ട് നിർത്തുമ്പോൾ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ട്.
അവളെ സ്നേഹിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇനി അത്തരം വിട്ടുവീഴ്ചകളൊന്നും എന്നിൽ നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഞാൻ അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു. അമ്മ അവനെ ഒന്ന് പോയി പറഞ്ഞ് മനസ്സിലാക്ക്. വേണ്ടെന്ന് ഒറ്റവാക്കി പറയാൻ എളുപ്പമാ. അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അവൻ ആലോചിക്കാതെ പറയുന്നത്. അച്ഛാ, ഇത് അവസരം കിട്ടിയപ്പോ മുതലെടുക്കാണെന്ന് കരുതരുത്. പണ്ട് ഇവിടുന്ന് പെണ്ണ് കാണാൻ അവിടെ ചെന്ന് കാല് കുത്തിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഈ ബന്ധം വരുണിന് ചേരില്ല, നമുക്ക് തിരിച്ചു പോവാന്ന്. അന്ന് പിന്നെ പെൺകുട്ടിയുടെ ഗുണഗണങ്ങൾ പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാനായിരുന്നു ഇവിടെ എല്ലാവർക്കും താല്പര്യം. ഒരർത്ഥത്തില് അതിനുള്ള കൂലിയാ ഇപ്പൊ കിട്ടുന്നത്. ഇങ്ങനൊരു ഗുണമുണ്ട്. എത്ര മോശം അവസ്ഥയിലും അവർക്ക് മുതലെടുക്കാനുള്ളത് അവര് മുതലെടുത്തിരിക്കും. ചെറിയമേ, ഇപ്പോഴത്തെ കണ്ടീഷനിലെ പ്രിയങ്ക എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് കൽപ്പനയും ചെറിയമ്മയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ പോലും അവരാരും വിശ്വസിക്കില്ല, സമ്മതിക്കേയില്ല. പക്ഷേ കാലാകാലത്തേക്ക് അവളുടെ വാ മൂടിയിരിക്കുമല്ലോ. അതുകൊണ്ട് അവൾ ഈ പടി കടന്നു വരാതിരിക്കുന്ന നമുക്ക് നല്ലത്. എന്നാ പിന്നെ വരുൺ അവിടെ വെച്ച് സംസാരിച്ചപ്പോ നിനക്കങ്ങ് കൂടെ നിൽക്കായിരുന്നില്ലേ? ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ആ ദേവനാരായണൻ തിരുമേനി ഒന്ന് കരഞ്ഞിട്ട് വന്ന് പറഞ്ഞ ഇതൊക്കെ അങ്ങ് തീരും. പോരാത്തതിന് അവളുടെ ചേച്ചിയില്ലേ, ആ രാധിക മഹാറാണി, കണ്ണീരൊലിപ്പിക്കാൻ അവളായാലും മതി. പ്രിയങ്ക വരുൺ ഇറക്കി വിട്ട പ്രിയങ്കയുടെ രാധികയുടെ ശല്യം ഒന്നിച്ചു തീരും. ഒന്നിച്ചല്ലേ രണ്ടും ഇറങ്ങൂ. ഭഗവാനെ, പ്രിയങ്കയ്ക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. എല്ലാവർക്കും അവളോട് ക്ഷമിക്കാൻ തോന്നണേ. അവളെ അങ്ങ് കാത്തോളണേ. ചേച്ചി, പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചെയ്തത്. കുഞ്ഞുനാൾ മുതൽ എല്ലാം എനിക്ക് വേണമെന്ന് വാശി പിടിച്ചിട്ട് അതൊരു ശീലമായിട്ട് മനസ്സിൽ വളർന്നു പോയി. അവിടെ നിങ്ങളുടെ ആരുടെയും ശരിക്കുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല. മോള്, ചേച്ചി എന്തിനാ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന? കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനല്ലേ പറയേണ്ടത്? ചേച്ചി പറഞ്ഞ ഭഗവാൻ കേൾക്കുമല്ലോ. എത്ര കടുത്ത ശിക്ഷ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല.
മോളെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ നിന്റെ കണ്ണിനൊഴുകുന്ന ഈ കണ്ണുനീര് ശുദ്ധമാണോ? നീ പറയുന്ന വാക്കുകളൊക്കെ നിന്റെ മനസ്സിൽ തട്ടിയാണോ? അതെ ചേച്ചി, ഞാനിനി ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും ചേച്ചിയെ വേദനിപ്പിക്കില്ല. അങ്ങനെ ചെയ്ത ഞാൻ മനുഷ്യനായി പിറന്നതിന് ഒരർത്ഥമില്ലാതായി പോവും. പോട്ടെ, ചിലപ്പോ ഈ വലിയൊരു തിരിച്ചറിവിന് വേണ്ടി ഭഗവാൻ നടത്തിയൊരു പരീക്ഷണമായിരിക്കും ഇത്. നീ പേടിക്കണ്ട, നിനക്കൊന്നും നഷ്ടപ്പെടുന്നു വിചാരിക്കാൻ വേണ്ട. ചേച്ചി എന്തൊക്കെ ഉള്ളിൽ ഒതുക്കിയാൽ നിനക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നെന്നറിയോ? അതിന്റെ വില നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലായി ചേച്ചി. ഇത്രയും നേരം ഞാൻ മുറിയിലിരുന്ന് ആലോചിച്ചത് കുഞ്ഞുനാൾ മുതൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതമായിരുന്നു. ചേച്ചിയോട് ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ചേച്ചി എന്നോട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടു. എന്റെ അച്ഛനും അമ്മയ്ക്കും പേർന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെരുവിൽ പോയി കിടന്നോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ആ ഓരോ വാക്കും എന്നെ തിരിഞ്ഞു കുത്തുക. എന്റെ മനസ്സിൽ മുള്ളു പോലെ കുത്തുക ഇപ്പൊ. അയ്യോ മോളെ, എന്നോട് പൊറുക്ക്, എന്റെ ശപിക്കല്ലേ ചേച്ചി. എടി, ഈ നേരം വരെ നിന്നോട് എനിക്ക് വൈരാഗ്യം വിഷമം ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ പിന്നെ ചിലപ്പോ ഈ കരയുന്നത് ഈ അനാഥ കുട്ടികളുടെ ഒരു ശീലമാ. ഒന്നുമില്ലാത്തവരെന്നുള്ള ബോധം ഉള്ളിൽ കിടക്കുന്നുണ്ട്, പെട്ടെന്ന് പറ്റിപ്പോന്ന. അല്ലാതെ ചേച്ചി ഒന്നും ഓർത്തിട്ടല്ല. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. ചേച്ചിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. നീ മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് കൂട്ടായിട്ടും കൂടപ്പുറപ്പായിട്ടും. കരയാതെ. പ്രാർത്ഥിച്ചോ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോ. എല്ലാ കാരണങ്ങളും നീക്കിയിട്ട് ഭഗവാൻ വെളിച്ചം കാണിച്ചു തരട്ടെ.
അതെ, ഒന്നിങ്ങ് വന്നേ, ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. എന്താടോ? വന്നേ, വാ. എന്താ കാര്യം? വരൂ. എന്താ? ഏയ് ഒന്നുമില്ല മോളെ. പാവം ഇന്നലെ പൂജാമുറിയിൽ വന്ന് ഒരുപാട് കരഞ്ഞു. അത് സാധാരണ അവള് കാണിക്കാറുള്ളത് പോലെ കള്ളക്കണ്ണീരൊന്നുമല്ല. ഭഗവാന്റെ മുന്നിൽ വെച്ച് അവൾ എന്റെ കാൽക്കല്ല് വീണു. കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. എന്നോട് ചെയ്ത തെറ്റുകളും അതിന്റെ മാപ്പും. അവിടുന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഒന്ന് ഉറങ്ങണ്ടേ? പിന്നെ ഞാൻ ചേർത്ത് പിടിച്ചുറക്കിയതാ. അവൾ ഇന്നലെ ഭഗവാന്റെ മുന്നിൽ വെച്ച് എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവൾക്ക് ഒരവസരം കൂടി കൊടുക്കണം അച്ഛാ. അച്ഛാ, ഭംഗ വാ. അച്ഛാ, ഇവളിനി എന്നോട് ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് മാപ്പ് തരണം അച്ഛൻ. ഇത്രയും കാലം നിങ്ങളെല്ലാരെയും ഞാൻ കരയിച്ചിട്ടുണ്ട്. ഇനി അതുണ്ടാവില്ല. എന്താ ഇവിടെ? ഒന്നുമില്ലമ്മേ, പ്രിയങ്ക ദേവേട്ടനോട് സംസാരിക്കുകയായിരുന്നു. അച്ഛാ, അവളോട് എന്തേലും ഒന്ന് പറ. ഞാനിവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മ ഒരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അത് നിങ്ങൾ രണ്ടുപേരും ഒരേ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാഴ്ചയായിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും അങ്ങനെ കാണാനാ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. സങ്കടങ്ങളും പരാതികളൊക്കെ ഒതുക്കി നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്ത് പറയാനാ? മോളെ, ചേച്ചി നിനക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളുടെയും അതിന്റെ വലിയൊരു പട്ടിക തന്നെയുണ്ട് അമ്മയുടെ മനസ്സിൽ. അതൊന്നും നീ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന വേദനയും ഉണ്ടായിരുന്നു. പക്ഷെ രാധിക മോള് പറഞ്ഞു, ഇന്നലെ നീ അതൊക്കെ ഓരോന്നോരോന്നായി പറഞ്ഞു കരഞ്ഞു എന്ന്. ഞാൻ എല്ലാ മോഹങ്ങളും അവസാനിപ്പിക്കാന്ന്. എല്ലാ ദുരാഗ്രഹങ്ങളും ഇതോടെ തീരുക. ഞാനിനി കണിമംഗലത്തേക്ക് പോകുന്നില്ല. എന്താ പറഞ്ഞ? കണിമംഗലത്തേക്ക് പോകുന്നില്ലെന്നോ? പിന്നെ എന്ത് ചെയ്യാൻ പോവാ? അവിടെയുള്ളവര് ഇനി എന്നെ സ്വീകരിക്കില്ല. അവരുടെ അന്തസ്സിന് കോട്ടം വരുത്തിയതല്ലേ ഞാൻ. ഞാൻ അങ്ങോട്ട് ചെന്നാലും എന്നെ ആട്ടിയിറക്കിയുള്ളൂ. ഞാനിനി അച്ഛൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ കൂടെ ഇവിടെ നിന്നോളാം.
വേണ്ട. ഞാനിന്നലെ നിനക്ക് വാക്ക് തന്നത് നിനക്കൊന്നും നഷ്ടപ്പെടില്ല എന്നല്ലേ? നീ കണിമംഗലത്ത് പോണം. നിന്നെ അവര് സ്വീകരിക്കും.